ബാബു മാ ജാഅ ഫീ ലഹ്ഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെറുത് എന്ന അധ്യായം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിയുമായി ബന്ധപ്പെട്ട മുത്തുനബി പുഞ്ചിരിച്ചതും ചിരിച്ചതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ്. എത്രാമത്തെ ഹദീസ്? 227-ാമത്തെ ഹദീസ് അല്ലേ? حدثنا أحمد بن منيع قال حدثنا جابر بن سمرة رضي الله عنه. ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാന ഫീ സാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തണ്ടൻകാലിൽ, അതായത് 2 കാലുണ്ടല്ലേ, ഈ തണ്ടൻകാലിൽ ഉണ്ടായിരുന്നു ഹുമൂശത്തുൻ, അതായത് റസൂലുള്ളാഹിനെക്കാളും നിർമ്മലമായ ഒരു സോഫ്റ്റായ നല്ല ഒരു മയമായ ഒരു ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുമ്പോൾ കാന ലാ യൽഹഖു ഇല്ലാ തബസ്സുമൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയല്ലാതെ ചിരിക്കാറില്ല. ചിരിക്കുന്നെങ്കിൽ പുഞ്ചിരിയാണ്. ചിരിക്കുന്ന സംഭവം തീരെ ചിരിച്ചിട്ടാണ് വിഷയമല്ല. ആഖിറത്തിന്റെ വിഷയമായപ്പോൾ ആഖിറത്തിൽ സന്തോഷം കിട്ടുന്നു, സ്വർഗം കിട്ടുന്നു, അപ്പോൾ മുത്തുനബി ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി പല്ല് കാണുന്നു, നിലക്കുണ്ടാക്കി ചിരിച്ചു, പിന്നെ മനസ്സിലാവും. അല്ലാതെ ഏത് സമയത്തും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയാണ്. ഞങ്ങളെപ്പോലെ കട്ടകട്ടാണ്ട് നൽകിയിട്ടുള്ള മുത്തുനബി ചിരിച്ചിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു ചൊല്ലെ, ഫകുന്തു ഇദാ നളർതു ഇലൈഹി, ഞാൻ വീണ്ടും റസൂലുള്ളാഹിയെ നോക്കിയെങ്കിൽ, റസൂലുള്ളാഹിയെ നോക്കുന്നവരായിരുന്നു. കുന്തു, ഞാൻ പറയും, അത്ഹറുൽ ഐനൈനി, റസൂൽ 2 കണ്ണിലേക്ക് സുറുമയിട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കണ്ണിലേക്ക് സുറുമയിട്ടിട്ടുണ്ട്. പക്ഷെ വലൈസ ബി അത്ഹല, സുറുമ ഇടാതെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കണ്ണും സുറുമ ഇട്ടതുപോലെയുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ചിരിക്കുന്നെങ്കിൽ പുഞ്ചിരിയല്ലാതെ. ഞാനെങ്കാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയാൽ കുൽത്തു, ഞാൻ പറയും, അത്ഹറുൽ ഐനൈനി, റസൂൽ 2 കണ്ണിലേക്ക് സുറുമ ഇട്ടിട്ടുണ്ട്. പക്ഷേ വലൈസ ബി അത്ഹല, സുറുമ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇടാതെ തന്നെ സുറുമ ഇട്ടതുപോലെയുണ്ട്. വിട്ടെന്ന് പറയേണ്ടവരില്ല. അത്രയും ഭംഗിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടായത്. മനസ്സിലായി? حدثنا قتيبة بن سعيد تبسما من رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിനെക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. ഏത് സമയത്തും അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് ഉണ്ടാകും. അപ്പൊ അത്രയും പുഞ്ചിരിക്കുന്ന ഒരാൾ റസൂലുള്ളാഹി അല്ലാതെ വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അഹദൻ അക്സറ തബ, ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെക്കാളും മറ്റൊരാളെയും കണ്ടിട്ടില്ല. സാധാരണ മുത്തുനബി പുഞ്ചിരിച്ചുകൊണ്ടുണ്ടാകും. എല്ലാവർക്കും പുഞ്ചിരിക്കും. മക്കളോട് കാണാൻ പുഞ്ചിരിക്കും, ഉസ്താദന്മാരെ കാണാൻ പുഞ്ചിരിക്കും, പെഞ്ഞായിമാരെ കാണാൻ പുഞ്ചിരിക്കും, ഉമ്മ ബാപ്പമാരെ കാണാൻ പുഞ്ചിരിക്കും. അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ, നിന്റെ സഹോദരന്റെ മുഖം നോക്കി നീ പുഞ്ചിരിക്കുന്നത് അതിനൊക്കെ ഒരു സ്വദഖയാണ്. മുഅ്മിനായ ഒരാളെ മുഖം നോക്കിയിട്ട് നീ പുഞ്ചിരിക്കുന്നത് അതൊരു സ്വദഖയാണ്, ഒരു ധർമ്മമാണത്. ഒരു സ്വദഖ ചെയ്തതിന്റെ കൂലിയുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്. അപ്പോൾ മുത്തുനബി സാധാരണ പുഞ്ചിരിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഹദ്ദസനാ അഹ്മദ്, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നെങ്കിൽ പുഞ്ചിരിയാണ് ചിരിച്ചത്. ഇത് പറയുമ്പോൾ ഒരിക്കലും ചിരിച്ചിട്ടില്ല എന്നല്ല, ആഖിറത്തിന്റെ വിഷയത്തിൽ സന്തോഷം കാണുമ്പോൾ മുത്തുനബി ചിരിച്ചിട്ടുണ്ട്, പുഞ്ചിരിയല്ല, ചിരിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ ആ ഒരു കൽബന്നെ ചത്തുപോകുന്ന ആ ഒരു ചിരിയല്ല ചിരിച്ചത്. അത് മനസ്സിലാക്കാം. ആഖിറത്തിന്റെ വിഷയത്തിൽ സന്തോഷം കിട്ടുമ്പോൾ ചിരിച്ചിട്ടുണ്ട്.
ആഖിറത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സന്തോഷത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ മുത്തുനബി ചിരിച്ചിട്ടുണ്ട്, പല്ല് കാണുന്നവരേ ചുറ്റും. അതേ സമയത്ത് ദുനിയാവിൽ എന്തുണ്ടെങ്കിൽ അത് പുഞ്ചിരി മാത്രം. ദുനിയാവിന്റെ വിഷയത്തിൽ ഇത് സമ്പത്ത് കിട്ടിയെങ്കിൽ അതിൽ നിയമത്ത് കിട്ടിയെങ്കിൽ എന്തുണ്ടെങ്കിൽ അത് പുഞ്ചിരിച്ചത് മാത്രമാണ്. ഹദ്ദത്തിലേക്ക് ആരാണ് ആദ്യം കടക്കുന്നത് അതെനിക്കറിയാം. ഇത്രയും പറയുന്നു. സ്വർഗത്തിലേക്ക് ഫസ്റ്റ് കടക്കുന്ന വ്യക്തി ആരാണ് അതെനിക്കറിയാം. നരകം വിട്ട് അവസാനമായി പുറത്തു വരുന്ന ആളെയും എനിക്കറിയാം. സ്വർഗത്തിലേക്ക് ഫസ്റ്റ് കടക്കുന്ന അവരെയും എനിക്കറിയാം. അതേപോലെ നരകം വിട്ട് അവസാനമായി പുറത്തു വരുന്ന ആളെയും എനിക്കറിയാം. എന്നിട്ട് മുത്തന് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരപ്പെടും, ഹാജരാക്കപ്പെടും. അല്ലാഹുവിൻ്റെ മുന്നിൽ ഒരാളെന്താക്കും? ഹാജരാക്കപ്പെടും. എന്നിട്ട് ഫയുഖാലു, അല്ലാഹുവോട് പറയും, ഫയുഖാലു, അപ്പോൾ പറയപ്പെടും എന്തെന്ന്, യഅരിദു അലൈഹി സിഗാറ ദുനൂബിഹി, മലക്കോട് അല്ലാഹു പറയും, ഇതാ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ കൊണ്ടുവന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് ചെറിയ ചെറിയ തത്വാക്കിയത് അതെല്ലാം അവനോട് കാട്ടിക്കൊടുക്കും. എൻ്റെ വിഷയം പറയുന്നതാണ്. ഞങ്ങൾ ആക്കിയ ചെറിയ ചെറിയ തപ്പുണ്ടല്ലോ, ബന്ധോസമല്ല, ചെറുദോഷം, അത് എന്തിനുണ്ട് അതെല്ലാം എന്താക്കണം, മലക്കുള്ള എല്ലാം ഒന്നുണ്ട് കാട്ടുള്ളൂ. അങ്ങനെ അവന്റെ ബിരദോസൊന്നും കാട്ടണം, അത് മറച്ചു വെക്കില്ല. ഇപ്പോൾ അവന് കാട്ടിക്കേണ്ടത് ചെറുദോഷങ്ങൾ, ജീവിതത്തിൽ ചെറിയ ചെറിയ ആക്കിയ തപ്പുകളെ അത് നിങ്ങൾ കാട്ടുള്ളൂ. അവന്റെ വലിയ വലിയ തപ്പ് എന്താകുന്ന മറച്ചു വെക്കൂർ, കാട്ടണ്ട. അങ്ങനെ ഫയുഖാലഹു, അവനോട് ചോദിക്കപ്പെടും, ആ ചെറിയ ചെറിയ ദോഷങ്ങളെ കാട്ടിയിട്ട് അവനോട് ചോദിക്കപ്പെടും, പറയപ്പെടും, അമിൽത്ത യൗമ കഥാ വ കഥാ കഥാ, ഇന്ന ഇന്ന നാളിൽ ഇന്ന ഇന്ന തപ്പുണീനാക്കിയിട്ടില്ല, ഇന്ന ഇന്ന നാളിൽ ഇന്ന ഇന്ന ഹറാമ് ചെറിയ ചെറിയ ദോഷം നീ ആക്കിയിട്ടില്ലേ, അവനോട് ചോദിക്കപ്പെടും. ഇന്ന നാളിൽ നീ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട്, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് നീ ആക്കിയിട്ടില്ലേ കേൾക്കും. അവൻ സമ്മതിക്കും, അള്ളാഹ് ഞാൻ ആക്കിയിട്ടില്ല. അള്ളാഹു വ്യക്തമായി കേൾക്കും, ഇന്ന നാളിൻ്റെ ബാപ്പക്ക് കൊന്നില്ലാതെ, ഉസ്താദ് അറിയാൻ ഉമ്മക്ക് കൊന്നില്ല, ഇന്ന തപ്പണിയാക്കിയിട്ടില്ലേ. അവൻ സമ്മതിക്കും. ലാ യുൻകിറു, അവൻ ഉണ്ടാക്കൂല, നിഷേധിക്കുകയില്ല. അവൻ ഉണ്ടാക്കും, ഓക്കെയും പറയും, ഇല്ല എന്നവൻ്റെ ഭാഗത്തുണ്ടാവില്ല. കാരണം ആ നിലയ്ക്ക് എന്താക്കും അല്ലാഹു വ്യക്തമാക്കി. അപ്പോൾ ചെറിയ തപ്പൻ ഇങ്ങനെ ഉണ്ട്, അപ്പം ഞാനാക്കിയ വലിയ വലിയ തപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എന്ത് റബ്ബിനോട് ഞാൻ മറുപടി പറയും, ഇങ്ങനെ പേടിച്ചു തിരിക്കും. അപ്പോൾ പറയപ്പെടും അല്ലാഹു തആല പറയും, അവൻ ചെറിയ ചെറിയ തപ്പാക്കിയിട്ടില്ലേ, ഓരോ തപ്പിനും പകരമായിട്ട് ഓരോ ഹസനാത്ത്, നല്ലത് എന്താക്കുറം കൊടുക്കൂട. അവനാക്കിയ തപ്പുക്ക് ബദലായിട്ട് ഓരോ തപ്പുക്കും എന്താക്കുറു, ഓരോ ഹസനാത്ത് അവനക്ക് കൊടുക്കുറു. യഖൂലപ്പം പറയും, എല്ലാ തപ്പും ഇല്ലല്ലേ, ചെറിയ ചെറിയ തപ്പിലേക്ക് ഇപ്പം എന്തായി, അള്ളാഹു നല്ലൊരു ഹസനാത്ത്, അപ്പം ഇതിന് വലിയ വലിയ തപ്പുണ്ടല്ലേ. അപ്പം പറയുന്നത് യഖൂലൻ പറയും, ഇന്നലീ ദുനൂബൻ മാ അറാഹ ഹഉന, ഇവിടെ കാണാത്ത ചമ്മ വലിയ വലിയ തപ്പുണ്ടു, അതൊക്കെ കിട്ടുമെന്ന് കേൾക്കണം. ചെറിയ തപ്പിലേക്ക് കിട്ടിയല്ലേ, ഇവിടെ ഞാനാക്കി വലിയ വലിയ തപ്പും അള്ളാഹു എന്തെങ്കിലും ഹസനാത്ത് ബദൽ തരുവാൻ. കാല അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തനബി സ്വഹാബാക്കൾ പറയുന്നു, ഫലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നോക്കിയപ്പോൾ അതാ ലഹിക ഹത്താ ബദത് നവാജിദുഹു, മുത്തനബിന്റെ അണപ്പല്ലി വെളിവാകുന്നതുവരെ മുത്തനബി ചിരിച്ചു. അവൻ കേട്ടല്ലേ ഇന്നെന്ന് എൻ്റെ കുറേ തപ്പാക്കുന്നത് കണ്ടോണ്ടില്ല, അതവനിക്ക് ആക്കാനുള്ള കാരണം അവന് തൗബയായിരിക്കും. ആക്കിയ തപ്പിൽ അവനുണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലാഹു തൗബ ചെയ്തിട്ട് മടങ്ങിയിട്ടുണ്ടാകും.
അല്ലെങ്കിൽ തപ്പാക്കി ഒരുപാട് സ്വാലിഹായ അമലാക്കിയിട്ടുണ്ടാകും. സ്വാലിഹായ അമലാക്കിയാൽ അള്ളാഹു ഉണ്ടാക്കും, ഞങ്ങൾ ചെയ്യാതുണ്ടാക്കും, മായ്ച്ചു കളയും. അപ്പം ഞങ്ങൾ ആക്കിയ നല്ല ഇബാദത്തിൻ്റെ കാരണം കൊണ്ട്, നല്ല സ്വത്തിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഖാലിസായ തൗബ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ആക്കിയ ചെറിയ സയ്യിആത്തിനിക്ക് അള്ളാഹു ഒരു ഹസനാത്ത് ബദൽ തരും. അപ്പോൾ അവനൊരു മനസ്സിന് ഇനി വലിയ വലിയ ദോഷമുണ്ട്, ഇതും കൂടി നക്കി കിട്ടിയെങ്കിൽ ആവട്ടീം ചെന്നൊരു ചോദ്യമാണ്. അവൻ മുത്തുനബി അവനെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ മുത്തുനബി എന്താക്കി പല്ലി കാണുന്നത് വരെ ചിരിച്ചു. അവിടെയാണ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ആന്ധ്രക്കല്ലാ പ്രതിഫലം കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുത്തുനബി എന്താക്കി അതിനോളം സന്തോഷിച്ചു, ചിരിച്ചു. അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മനസ്സിലായ? പറഞ്ഞത് മനസ്സിലായ?